വിമൻ വെൽനസ് വിത്ത് ബ്ലഷ് ആൻഡ് കേൾസിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം സ്വാഗതം. ഒരു പുതിയ എപ്പിസോഡ്, പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ച ഒരു എപ്പിസോഡാണ്. അതിന് വേണ്ടിയിട്ട് വളരെ നന്ദി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹെയർ ടീമിങ് അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്. അത് ആവശ്യമാണോ, അത് ചെയ്ത് കഴിഞ്ഞാൽ മുടി കേടാവോ ഇല്ലെങ്കിൽ ഡാമേജ് ആവോ, പിന്നെ അത് ചെയ്യണം പക്ഷെ നിർബന്ധമില്ലാതെ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഫ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, കുറേ ക്വസ്റ്റ്യൻസ് കുറേ ക്വയറീസൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെയർ ടീമിങ് അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ആക്കുക. അത് നിങ്ങൾ ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കൂടെ പോവുക അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും എവറി തേർഡ് ലേഡീനെ മുടി കണ്ടു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് മുടിയാണ്. ആർക്കാ സ്ട്രെയിറ്റ് മുടി ഇഷ്ടമല്ലാത്തത്? നല്ല സ്ട്രെയിറ്റ് മുടിയായി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു മലയാളീസ് ഞങ്ങളെല്ലാവരും ബ്ലെസ്ഡ് അല്ലേ നല്ലൊരു മുടിയായിട്ട്. അപ്പോൾ ആ മുടീനെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ ടീമിങ് ട്രീറ്റ്മെൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡാമേജ് ആവും, പക്ഷെ അത് ചെയ്യാതെ ഇരിക്കാനും പറ്റില്ല. പിന്നെ അങ്ങനത്തെ ടീമിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡാമേജ് ആവാത്ത ട്രീറ്റ്മെൻറ്റ്സും കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ടീമിങ് ട്രീറ്റ്മെൻറ്റിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ് അതിൽ കാണാൻ പറ്റുന്നതാണ്. കെരാറ്റിൻ, റിബോണ്ടിങ്, ബോട്ടോക്സ്, പ്രോട്ടീൻ, സ്മൂത്തനിങ്, സെലോഫെയിൻ, പല പല പേരിലും പല സ്ഥലത്തും ഡിഫറെൻറ്റ് പേരിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഈ ടീമിങ് ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾ സാധാരണ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സലോൺ ആൻഡ് സ്പായിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു സംഭവമാണ്. വളരെ സ്മോക്ക് വരാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കണ്ണിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ വളരെ ഡേർട്ടി ആയിട്ടുള്ള ഒരു സ്മെല്ല് വരാം. ആ സ്മെല്ലും ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ആ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പോൾ ആ സ്മെല്ലും ഈ കാര്യങ്ങൾ വരുന്ന കാരണം അത് ഇഷ്ടംപോലെ കെമിക്കൽസ് ഉണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഫോമാൽഡിഹൈഡ്. ഈ ഫോമാൽഡിഹൈഡ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഒരു ഗ്യാസാണ്. ഈ ഗ്യാസാണ് ഇവർ ഈ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ കാർപ്പൻറ്ററിനെ ജോലി ചെയ്യുക, ഇല്ലെങ്കിൽ കേർട്ടൻ ഫിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ ഫർണിച്ചർ ഫിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ കാർപ്പറ്റ് ഫിക്സ് ചെയ്യുക, ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഈ സമയത്ത് വരരുത്, ഇല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ട് വരാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ ഗ്യാസിൽ ആ ഗ്ലൂവിൽ അവർ യൂസ് ചെയ്യുന്ന ആ ലിക്വിഡ് ഇല്ലെങ്കിൽ ആ ഗ്യാസ് ഫോർമേഷനാണ് ഫോമാൽഡിഹൈഡ്. അപ്പോൾ വീട്ടിനുള്ളിൽ ഇരിക്കാതെ ശ്വാസം എടുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത്. വെച്ചാൽ അത് ഞങ്ങൾക്ക് ഹസാർഡായിട്ട് ഞങ്ങളെ ഹെൽത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോകാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഗ്യാസാണ് ഈ ട്രീറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രക്കും ആ ഡേർട്ടി ആയിട്ടുള്ള സ്മെല്ലും കണ്ണ് കറിയലും വെറുതെ ഇരുന്നിങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ മുടി ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കയ്യിൽ വരും ചെയ്യും, ചിലപ്പം ബാൾഡസ് ഇമീഡിയറ്റ്ലി വരും. ഇനി ആ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റൈലിസ്റ്റോ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ തെറപ്പിസ്റ്റോ ആരെങ്കിലും ആ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി സാഡ്ലി അത് കാണാൻ പറ്റുന്നത് വെച്ചാൽ അവർക്കാണ് ഈ മെയിൻലി ആയിട്ട് ഹെൽത്ത് ഡിസാസ്റ്റർ വരുന്നത്. അങ്ങനത്തെ ദേ ഹാവ് ലോസ്റ്റ് ലൈഫ് ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ഷെയർ കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളും ചെയ്യും ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ കാണാൻ പറ്റിയ കുറച്ച് സലോൺസ് ഇപ്പോൾ ഓർഗാനിക് രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എന്താ ഡിഫറൻസിയേഷൻ? അപ്പോൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ അത് ഫോമാൽഡിഹൈഡ് ഫ്രീ ആണോ? മീൻസ് അതിൽ സ്മോക്ക് വരാൻ പാടില്ല, അതിൽ കണ്ണെറിയാൻ പാടില്ല, ഡേർട്ടി ആയിട്ടുള്ള സ്മെൽ വരാൻ പാടില്ല. ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ സേഫ്ലി ഡു ഇറ്റ്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മുടി 100% സ്ട്രെയിറ്റ് ആവത്തില്ല, ജസ്റ്റ് ഒരു 80 to 90% സ്ട്രെയിറ്റ് ആവും. പ്ലസ് അതിൽ ഒരു സ്മോക്കോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് കൂടാതെ മുടി ഒരിക്കലും ഡാമേജ് ഉണ്ടാവില്ല. പിന്നെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റിങ് ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന മുടി വിൽ സ്റ്റേ അപ് ടു ഫോർ അബൌട്ട് 4 to 5 months, 6 months. ചില കസ്റ്റമേഴ്സിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് 7 to 8 months, ഒരു വർഷം കഴിഞ്ഞിട്ടും വരാറുണ്ട്. അപ്പോൾ ഹാർഷായിട്ട് കെമിക്കൽ ചെയ്ത് മുടി 100% സ്ട്രെയിറ്റ് വേണം, 100% സ്ട്രെയിറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി മാത്രമല്ല കോംപ്രമൈസ് ആവുന്നത്, നിങ്ങളെ ഹെൽത്തും കോംപ്രമൈസ് ആവും. അതുകൂടാതെ നിങ്ങൾ ആ കോംപ്രമൈസ് ചെയ്യുന്ന ആ പാവം ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ മുടി ലൈഫും കൂടിയാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു യു ആർ ആക്ച്വലി ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ അവയർനെസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓർഗാനിക് ബോട്ടോക്സ്, ഓർഗാനിക് പ്രോട്ടീൻ, അത് മുടീൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി
പ്രഗ്നൻറ്റ് ലേഡീസിനും ചെയ്യും, ബ്രസ്റ്റ് ഫീഡിങ് മംസ്, കിഡ്സ്, ടീനേജേഴ്സ് എല്ലാവർക്കും ചെയ്യും. ഇതുവരെ ഞങ്ങൾ 4 വർഷമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇതുവരെ വി നെവർ ഹാഡ് എനി കംപ്ലയിൻറ്റ് ആൻഡ് എവ്രി വൺ റിയലി ലവ്സ് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. എന്താ വെച്ചാൽ മുടി വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അപ്പോൾ മുടി മാനേജ് ചെയ്യാൻ ദർ ഈസ് എ വേ, പക്ഷെ അത് ചെയ്യുന്ന ശരിക്കും രീതിയായിരിക്കണം. ഡു നോട്ട് കോംപ്രമൈസ് യുവർ ലൈഫ് ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് ഈ ഹെയർ ടൈമിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നതിന് നല്ലത്. ഇനി അതിൻ്റെ ആഫ്റ്റർ കെയർ. സാധാരണ ഈ ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആഫ്റ്റർ കെയർ. അപ്പോൾ നിങ്ങളൊരു സലോൺ ആൻഡ് സ്പായിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ സെയിം ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ സെയിം ഷാംപൂ കണ്ടീഷണർ അവർക്ക് സജസ്റ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്യണം. എന്താ വെച്ചാൽ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സൾഫേറ്റ് ഫ്രീ, കെമിക്കൽ ഫ്രീ, പിന്നെ ആ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ആ ഷാംപൂം കണ്ടീഷണർ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് വിൽ സ്റ്റേ ഫോർ സർട്ടൻ, പറഞ്ഞ പോലെ 4-5 മാസം അല്ലെങ്കിൽ 6 മാസം 7 മാസം വരെ ഉണ്ടാവും. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളെ നോർമൽ ഹെയർ അതേപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ഉടനെ ബീച്ചിലേക്ക് പോവേ ഇല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പോവേ ഇല്ലെങ്കിൽ സോന സ്റ്റീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ മുടി ഓയിലിംഗ് ചെയ്യരുത് അറ്റ്ലീസ്റ്റ് ഫോർ എ മന്ത് ഓർ 2. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമലി ജനറലി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ഇഷ്ടം പോലെ ഓയിലിംഗ് മുടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അത് നിങ്ങളെ കെരറ്റീൻ ബോൺസിനാണ് സ്ട്രോങ്ങർ ചെയ്യുന്നത്. അൺലൈക്ക് അതർ ട്രീറ്റ്മെൻറ്റ്, വേറെ ട്രീറ്റ്മെൻറ്റിൽ കെമിക്കൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കെരറ്റീൻ ബോണ്ട് സ്ട്രോങ് ചെയ്യാതെ കെരറ്റീൻ ബോൺസ് ബ്രേക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ മുടിയിൽ പ്രശ്നങ്ങൾ വരാം. അപ്പം ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി. ഞങ്ങൾ ചെയ്ത ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഹെയർ ടീമിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഹെയർ സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടിയെ നല്ല സുന്ദരിയായി നല്ല ഭംഗിയായി മുടി നന്നായി ടീമായി ചെയ്ത് ട്രൈ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യണം. നിങ്ങളെ മുടി അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ, ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ്, ബട്ട് without any chemicals by saving the community. സോ ഐ ഹോപ്പ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ബെനിഫിഷ്യലായി. നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തു. ഇനി അത് ചെയ്തില്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഈ നമ്പറിൽ വിളിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിളിക്കുക. ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഒരു പുതിയ എപ്പിസോഡ് ഒരു പുതിയ ഡീറ്റെയിൽ ആയിട്ട് കാണും. ടിൽ ദെൻ ഗുഡ് ബൈ, ഗോഡ് ബ്ലെസ്.